എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അസംബിൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം തിയേറ്റർ ആണ്. ഒരു സാധാരണക്കാരനും അസംബിൾ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ പ്രോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് G-Starന്റെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ പാനലാണ്. ഇതിൽ ബ്ലൂടൂത്ത് 5 വേർഷനാണ് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഓക്സ് ഉണ്ട്, മൈക്ക് ഉണ്ട്, SD കാർഡ്, പെൻഡ്രൈവ് എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ താഴ്വശം നോക്കി കഴിഞ്ഞാൽ കണക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ വരുന്ന ഒരു വയറുണ്ട് ഇതിന് പവർ കൊടുക്കുന്ന +5 വോൾട്ടിൻ്റെ. അതിൻ്റെ എപ്പോഴും കളർ കോഡ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കി കൊടുക്കുക. ചിലപ്പോൾ ബ്ലാക്കിലായിരിക്കും പ്ലസ് വരുന്നത്, ചിലപ്പോൾ റെഡിലായിരിക്കും. അപ്പോൾ നോക്കി കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെയാണ് പവറൊക്കെ കൊടുക്കുന്നത്. മൈക്ക് ആവശ്യമുള്ളവർക്ക് ഇതിനകത്തുനിന്ന് ഒരു സിംഗിൾ മൈക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ബ്ലൂടൂത്ത് ബോർഡാണ്. ഡിസ്കണക്ഷൻ ഒന്നും വരില്ല, നല്ല പ്രോപ്പർ സിഗ്നലാണ് കിട്ടുന്നത് ഇതിന്. അപ്പോൾ ഇതിനകത്ത് IC നമുക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ കാണാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു FM ആൻറ്റിന കണക്ട് ചെയ്യുന്ന പോയിന്റും കാണാം നമുക്കവിടെ. ഈ മൊഡ്യൂൾ നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറേ സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. USB സോക്കറ്റ് ഉണ്ട്, SD കാർഡ് സോക്കറ്റ് ഉണ്ട്, ഓക്സിൻ്റെ കണക്ടർ ഉണ്ട്, പിന്നെ വോളിയം അപ്പ് ഡൗൺ, പിന്നെ പോസ് ബട്ടൺ, മെനു ബട്ടൺ ഒക്കെ എല്ലാം ഉണ്ട്. എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ അതിൻ്റെ കൂടെ ഒരു IR റിമോട്ട് വരുന്നുണ്ട്, അത് വെച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഓക്സിൻ്റെ ഒക്കെ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സിനിമയിൽ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പെയർ കേബിളും കാണാം. ഏകദേശം 200 രൂപ റേഞ്ചിലാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. 190, 200 രൂപ നമുക്ക് കിട്ടും. ഇതുപോലെ ക്യാബിനറ്റ് ആവശ്യമാണ് നമുക്ക്. ഞാനപ്പോൾ അതിൽ ഓൾറെഡി സ്വിച്ച് എല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സമയം ഒരുപാട് നീണ്ടുപോകും വീഡിയോയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ട്രാൻസ്ഫോമറും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് സെറ്റ് ചെയ്യുന്നത്. 80 രൂപയുടെ ഒരു പവർ കോഡ് ഉപയോഗിക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളത്. അതിൽ നിന്ന് വരുന്ന വയറുകൾ നമ്മൾ നേരെ ഒരെണ്ണം സ്വിച്ചിൽ കൂടെയും ഒരെണ്ണം നമ്മൾ ഡയറക്റ്റും ട്രാൻസ്ഫോമറിൻ്റെ ഒരു വയറിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ട്രാൻസ്ഫോമറിലേക്ക് കറണ്ട് വരികയും നമ്മുടെ സർക്യൂട്ടുകളൊക്കെ ഓൺ ആവുകയും ചെയ്യും. അപ്പോൾ കണക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. കൂടാതെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 30 വാട്ടിൻ്റെ TPA 3110 ബോർഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 സ്പീക്കർ എടുക്കാൻ പറ്റും. അതായത് 2 ചാനലാണ്, സ്റ്റീരിയോ ഔട്ടാണ് വരുന്നത് നമുക്ക്. അപ്പോൾ അതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സെക്ഷൻ കാണാം. ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന വോളിയം കണക്ഷനാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ കൊടുത്ത BT ബാസ്റ്റബിൾ ബോഡിയിൽ നിന്നുള്ള ഇൻപുട്ട് നമ്മൾ ഈ വോളിയം കൺട്രോളിൽ കയറ്റി ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോളിയം കുറക്കാനൊക്കെ പറ്റും. ആമ്പിലേക്ക് പോകുന്ന സിഗ്നലാണത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബാസ്റ്റബിൾ അല്ലെങ്കിൽ BT എന്നൊക്കെ പറയുന്ന ഈ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ. 12 വോൾട്ട് സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ് ഈ കാണുന്നത്. ഏകദേശം 110-120 രൂപ റേഞ്ചിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ടിലേക്ക് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഇൻപുട്ട്, അതായത് ആ സിഗ്നൽ നേരെ ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കാം. ഇതിനകത്തുനിന്ന് വരുന്ന ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ കാണിച്ച വോളിയം കൺട്രോളിൻ്റെ ആ 3 പിന്നിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന IC എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം 24 പറഞ്ഞൊരു IC ആണ്. നല്ല ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ IC ന്ന് കിട്ടുന്നത് കേട്ടോ. നമ്മൾ കുറേ നാളായിട്ട് ഇത് തന്നെ ഉപയോഗിച്ചാണ് ഇതുപോലെ പോർട്ടബിൾ ആയിട്ടുള്ള ഞാൻ പ്ലേസിലൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇതെല്ലാം ഇവിടെ മൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി നമ്മുടെ ക്യാബിനറ്റ് ഡ്രില്ല് ഉപയോഗിച്ച് തുളക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു നെട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബുഷുകളൊക്കെ വരുന്നുണ്ട്. ബുഷ് കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിട്ട് നമ്മുടെ ബോർഡിൽ നിന്ന് കുറച്ച് ഉയർത്തി ആണ് നമ്മുടെ ബോർഡുകളെല്ലാം വെക്കുന്നത് കേട്ടോ. ആംപ്ലിഫയറിൻ്റെ ആയാലും അതുപോലെ തന്നെ ബാസ്റ്റബിൾ ബോർഡായാലും നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ടൈറ്റായിട്ട്. വല്ല തട്ടലും വീടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ചില ആളുകൾ ഇതെല്ലാം ഒട്ടിച്ചൊക്കെ വെക്കും എളുപ്പത്തിന് വേണ്ടി. പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വിട്ടു വരുന്നതാണ്. ഇതുപോലെ നെട്ടിട്ട് ത്രെഡ് ഉള്ള നെട്ടൊക്കെ ഇട്ട് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡുകളൊന്നും അനങ്ങില്ല, ഷെയ്ക്കായി ഒന്നുമില്ല, കറക്റ്റായിട്ട് സിഗ്നലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസൊക്കെ സോൾഡർ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പവർ സെക്ഷൻ തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം 2 പവർ വരുന്നുണ്ട്. ആ പവറിൻ്റെ തന്നെ സോൾഡർ ചെയ്ത് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒത്തിരി സ്പീഡാക്കുവാണ്, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വയറിങ് കൊടുക്കാം. ആദ്യം പവർ കോഡിൻ്റെ 2 കണക്ഷൻസാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ ചെയ്യുന്നത് ഈ ബ്ലാക്ക് വയർ നമ്മൾ ഒരെണ്ണം ഡയറക്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ റെഡിലേക്കും, അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ റെഡ് കളർ നമ്മുടെ സ്വിച്ചിൻ്റെ മുകൾ വശത്തും, കറണ്ട് വരുന്നത് നമ്മുടെ സ്വിച്ചിൻ്റെ അടിയിലെ പിന്നിലുമാണ് കണക്ട് ചെയ്യുന്നത്. അതെല്ലാം സോൾഡർ ചെയ്ത് വെക്കുവാണ് അവിടേക്ക്. ഹീറ്റ് സ്ട്രിങ്ങിന് ട്യൂബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻസ് എല്ലാം നമ്മുടെ കൈ തട്ടിയാലും ഷോക്ക് അടിക്കില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളവിടേക്ക് സോൾഡർ ചെയ്യുവാണ് വയറുകളൊക്കെ. ഒരെണ്ണം
ഇൻപുട്ട് സെക്ഷൻ നമ്മുടെ സ്വിച്ചിൻ്റെ അടിയിലും, അതിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ ഓരോ ട്രാൻസ്ഫോമറിലേക്ക് ഇതുപോലെ ഒരെണ്ണം ഡയറക്റ്റ് ബ്ലാക്ക് വയർ ഡയറക്റ്റ് നമ്മൾ കൊടുക്കുവാണ് ട്രാൻസ്ഫോമറിലേക്ക്. അപ്പോൾ നമ്മുടെ സ്വിച്ച് ഇടുമ്പോൾ ട്രാൻസ്ഫോമറിലേക്ക് കറണ്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഹീറ്റ് ഷിങ്ക് ട്യൂബ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതുപോലെ ഫ്ലക്സ് ഇട്ട് സോൾഡർ ചെയ്യുവാണ്. ഓൾറെഡി നമ്മൾ കുറച്ച് ലെഡ് ഉണ്ട്, നമ്മളപ്പോൾ അത് കറക്റ്റായിട്ട് സോൾഡർ ചെയ്യുക. നല്ല തിക്നെസ്സിൽ കൊടുക്കണം കേട്ടോ സോൾഡറിങ്. പവറിൻ്റെ എയർ നമ്മൾ നല്ല കണ്ടീഷനായിട്ട് ചെയ്യണം. അതിനുശേഷം ആ ഷിങ്ക് ട്യൂബ് നീക്കിയിട്ട് ഒരു ലൈറ്റർ വെച്ച് കത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 12 വോൾട്ടേജ് റേഞ്ചിൽ വരുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമുക്ക് ഏകദേശം AC കറണ്ട് 20 വോൾട്ട് താഴെയായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ സർക്യൂട്ടിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് DC ആക്കി കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതേപോലെ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇതേപോലെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണോ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡയോഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതാകുമ്പോൾ ഇത്തിരി പണി എളുപ്പമാകാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി നോക്കി കണക്ട് ചെയ്യുക. പ്ലസും മൈനസും നമ്മുടെ റെക്ടിഫയറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പ്ലസും മൈനസും നോക്കി കൊടുക്കാം. അതുപോലെ തന്നെ AC നിന്ന് അടുത്ത് 2 പിന്ന് കാണാം. അതിൽ നമ്മൾ AC-യുടെ വയർ, അതായത് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന വയർ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്ലക്സ് വെച്ചിട്ട് അതിനകത്തേക്ക് പിടിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നമ്മൾ സ്പീഡിലൊന്ന് കാണിക്കുവാണ്. കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലൊന്ന് ഇടാട്ടോ. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ പവർ സെക്ഷൻ്റെ പരിപാടി കഴിഞ്ഞ് അത് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഈ ബാക്കി നോക്കാനുള്ള ബാസ്റ്റബിൾ ബോർഡ്, പിന്നെ ആംപ്ലിഫയറിലെ കണക്ഷൻ, പിന്നെ നമ്മുടെ P3 മൊഡ്യൂളിൽ നിന്നുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഓൾറെഡി 12 വോൾട്ടിൻ്റെ ഒരു വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബോർഡ് അതിൽ ഫിക്സ് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 12 വോൾട്ട് കൊടുക്കണമെങ്കിൽ ഇത്തിരി ലെങ്ത്തുള്ള വയറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാസ്റ്റബിളിന് നമ്മളിതുപോലെ റെയിൻബോ വയറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് 3 കളറുള്ളത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. വോളിയം കൺട്രോൾ അവിടം വരെ നീളമുള്ള വയറിനും ഇത്ര നീളമുള്ള വയറാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ വെക്കാം, ഒന്നില്ലെങ്കിൽ അതിൻ്റെ ചേർത്ത് നമുക്ക് ആ ബോഡി മേലെ ചേർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇത്ര വയറിൻ്റെ ആവശ്യമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ വയറിന് ഇത്രയും വയർ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി യൂസ് ചെയ്യുന്നത് 100Kയുടെ 2 പോർട്ടുകളാണ്. 47Kയുടെയും ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 6 പിന്നിൻ്റെ പോർട്ടാണ്. കാരണം വെച്ചാൽ നമ്മൾ സ്റ്റീരിയോ ചാനലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 6 പിന്നിൻ്റെ കണക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ട്രിപ്പിൾ സെക്ഷനിൽ ഇതുപോലെ നമ്മൾ വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പാസഞ്ചർ സെക്ഷനും നമ്മൾ സോൾഡർ ചെയ്യാം. അപ്പോൾ അതും കൂടി ഉള്ളു ബാക്കി ഇനി അത് ചെയ്യാനായിട്ട്. ട്രിപ്പിൾ ചെയ്തിട്ടുണ്ട്, ഇനി പാസിൻ്റെ കൂടെയാണ് ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം വരാം കേട്ടോ. എല്ലായിടത്തും നമ്മൾ വയർ സോൾഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പവർ, മറ്റ് ഔട്ട്പുട്ട് ഇൻപുട്ട് എല്ലാ കാര്യങ്ങളെല്ലാം കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ MP3 കാർഡിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഉണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ഔട്ടെന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ഓരോ മോഡലിലും പല രീതിയിലാണ് എഴുതിയേക്കുന്നത്, നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ 3 ഔട്ട് വരുന്നത് നമ്മുടെ ഈ ബോർഡിലെ ഇൻപുട്ട് സെക്ഷനിലേക്കാണ് ഡയറക്റ്റ് സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നടുക്കത്തെ പിന്നിത്തിരി സൈഡിലേക്കുള്ള പിന്നുകളിലേക്ക് ഇത്തിരി അടുത്താണ്. അപ്പോൾ അത് തമ്മിൽ ഷോർട്ട് ആവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ IC-യിലേക്ക് വോൾട്ടേജ് എത്താനൊരു വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് സോൾഡർ ചെയ്യണം കേട്ടോ. നമുക്കൊരു ദിവസം പണി കിട്ടിയതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ
അപ്പോൾ നമ്മളതിൻ്റെ കണക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൽ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് കളറിൽ കാണുന്നുണ്ട്. അത് നമ്മുടെ വോളിയം കൺട്രോൾ വരുന്ന കണക്ഷൻസ് ആണ്. അതായത് ഈ ബോഡിയിൽ നിന്നുള്ള ഔട്ടിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതുവഴിയാണ് നമ്മുടെ ആമ്പിലേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വോളിയം കുറക്കുമ്പോൾ ആമ്പിലേക്കുള്ള ഇൻപുട്ട് കുറയുന്നതാണ്, അതിനനുസരിച്ച് വോളിയം നമുക്ക് കുറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ സോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹോളുകൾ ഇട്ടിട്ടുണ്ട്, അതിനകത്തേക്ക് ഫിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ കണക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ബോർഡുകളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്, കണക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വോളിയം കൺട്രോളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഹോളുകളിലേക്ക് കൂടി ഇടുക. ബാസ് ട്രിപ്പിൾ എന്നൊക്കെ എഴുതിയിട്ടാണ് ആ ക്യാനറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെയാണോ അതിനകത്തേക്ക് കൂടി ഇടുക. അതിനുശേഷം പുറത്തൊരു ത്രെഡ് വരും, ആ ത്രെഡ് വെച്ച് ലോക്ക് ചെയ്യുക. ആ ത്രെഡ് മുറുക്കി കറക്റ്റായിട്ട് പുറത്തുനിന്ന് പിടിച്ച് നമ്മൾ ചെയ്ത് മുറുക്കിയതിന് ശേഷം മാത്രം നമ്മൾ പുഷും കാര്യങ്ങളൊക്കെ ഇടുന്നതിൻ്റെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 3 കണക്ഷൻസാണ് ചെയ്തേക്കുന്നത്. ബാസ്, ട്രിപ്പിള്, വോളിയം, അങ്ങനെ 3 അപ്പോൾ നമുക്കിനി പവർ കൊടുക്കാം. പവർ കൊടുക്കാനായിട്ട് നമ്മൾ ഓൾറെഡി നേരെ ഫിൽറ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റർ വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വരുന്ന 12 വോൾട്ട് നമുക്കിപ്പോൾ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരെ കപ്പാസിറ്ററിലേക്ക് പ്ലസ് മൈനസിലേക്കും കറക്റ്റ് പൊളാരിറ്റി നോക്കി സോൾഡർ ചെയ്യണം. പൊളാരിറ്റി മാറി കഴിഞ്ഞാൽ ഈ ബാസ് ട്രിപ്പിൾ ബോർഡ് അടിച്ചു പോകുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ബോർഡിലേക്ക് പവർ കൊടുക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് ലെഡ് അതിനകത്തേക്ക് മെൽറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഗ്രേ കളറ് പോസിറ്റീവായിട്ടും ബ്ലാക്ക് നെഗറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ബാസ് ട്രിപ്പിൾ ബോർഡിനും കൊടുത്തേക്കുന്നത്. അതെടുത്തത് അവിടെ നിന്നാണ്, അവിടെ നിന്ന് തന്നെ നമ്മൾ വലിക്കുവാണ്. ആ കപ്പാസിറ്ററിൽ തന്നെ നമ്മൾ നേരെ പവർ എടുക്കുവാണ് കേട്ടോ.
അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ വരുന്ന ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളുണ്ട്, അതിന് പവർ കൊടുക്കണം. പക്ഷെ അതിന് 12 വോൾട്ട് പറ്റില്ല, അതിന് നമുക്ക് 5 വോൾട്ട് വേണം. 5 വോൾട്ട് ഫിൽറ്റർ ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫിൽറ്റർ ചെയ്ത DC നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു 7805-ൻ്റെ IC വെച്ചിട്ട് അതിനകത്തും നമുക്ക് പവർ എടുത്ത് ഇതിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 7805-ൻ്റെ ഒരു ലെഗ് ഞാൻ വളച്ച് വെച്ചിട്ടുണ്ട്. ആ ലെഗിൽ, വളഞ്ഞ ലെഗിലാണ് 5 വോൾട്ട് വരുന്നത്. നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ പിന്നിൽ 12 വോൾട്ട്, നടുക്കത്തെ പിന്നി ഗ്രൗണ്ടും, വലത്ത് വശത്തെ ഈ വളഞ്ഞിരിക്കുന്ന പിന്നി +5 വോൾട്ടുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ +12 വോൾട്ടും അതുപോലെ തന്നെ ഗ്രൗണ്ടും കൊടുക്കാം. എന്നിട്ട് അതിനകത്തുനിന്ന് വരുന്ന ഔട്ട്പുട്ട് സെക്ഷൻ, അതായത് ആ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വളഞ്ഞിരിക്കുന്ന പിന്നിന് 5 വോൾട്ടാണ് വരുന്നത്. അതും ഗ്രൗണ്ടിൻ്റെ കണക്ഷനിൽ നിന്ന് നെഗറ്റീവ് കൊടുക്കാം. അത് നമ്മൾ നേരെ നമ്മുടെ MP3 കാർഡിലേക്ക് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ഇതുപോലത്തെ വയർ ഇതിൻ്റെ കൂടെ വരുന്ന വയർ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കേടായി കഴിഞ്ഞാൽ മാറ്റാനൊക്കെ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളൊരു സ്ട്രിപ്പ് വയർ വെച്ചിട്ട് സോൾഡർ ചെയ്ത്, ഇതുപോലെ റെയിൻബോ വയർ വെച്ചിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുക ഡയറക്റ്റ്. നമ്മളിത് ഇത് തന്നെ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും പ്ലസും മൈനസും നോക്കി കണക്ട് ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് പൊളാരിറ്റി അല്ല ഈ കേബിളിൽ വരുന്നത്, ചിലപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ സോൾഡർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിൻ്റെ പൈസ പോകുന്നതാണ്. നമ്മൾ ഈ AC-ക്ക് ഒരു ഹീറ്റ് സിങ്ക് കൂടി വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. ഇതിൻ്റെ ഹീറ്റ് ആവുന്ന ഒരു AC ആണ്. അപ്പോൾ ഇത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇതിന് പവർ കൊടുക്കുന്നത് MP3 കാർഡിന്. ഈ വരുന്ന 4 വയറുണ്ട്, അത് സ്പീക്കർ ഔട്ടുകളാണ്. അത് നമ്മൾ നേരെ പ്ലസും മൈനസും നോക്കി കണക്ട് ചെയ്യുക. ഇത് ക്ലാസ് B ആംപ്ലിഫയർ ആണ്, അതുകൊണ്ട് തന്നെ കോമൺ നെഗറ്റീവ് അല്ല ഇതിനുണ്ടാവുക, ഇൻഡിവിജ്വൽ നെഗറ്റീവ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കോമൺ നെഗറ്റീവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്, ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുന്നതല്ല. അപ്പോൾ നമ്മളതിൻ്റെ പ്ലസും മൈനസും കറക്റ്റായിട്ട് നോക്കണം. AB ആംപ്ലിഫയറിലെ പോലെ കോമൺ നെഗറ്റീവ് ഇതിനില്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാസ്റ്റബിളിൻ്റെ ഒക്കെ കൺട്രോളറിലേക്ക് പുഷ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു പുഷ് വരും. നമ്മൾ ആദ്യം തിരിച്ച് ഏറ്റവും മിനിറ്റിലേക്ക് വെക്കാം, അതായത് നമ്മുടെ 0ലേക്ക് വെക്കാം. അതിനുശേഷം ഇതുപോലത്തെ പുഷ് കിട്ടും, അത് നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കറക്റ്റ് പുഷ് നോക്കി വാങ്ങിക്കുക. നിങ്ങൾ ഏത് കൺട്രോളാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പുഷ് വാങ്ങിക്കുക. അതിനുശേഷം ഇതുപോലെ വോളിയം കൺട്രോളറിൻ്റെ പ്ലാസ്റ്റിക് ഇടുക. അത് കറക്റ്റ് ഇതിൽ ഓയിലിട്ട് കൊടുക്കുക. നമുക്ക് ലോയിലാക്കിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. എന്നിട്ട് അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കുന്നതാണ്. അങ്ങനെ ബാസ്, ട്രബിൾ, വോളിയം എല്ലാം ഇട്ട് കൊടുക്കുക. നമ്മൾ ബാലൻസിൻ്റെ ഓപ്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്തില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്യാബിനറ്റ് എപ്പോഴും നമുക്ക് എന്തൊക്കെ കൺട്രോൾ ഉണ്ട് അതനുസരിച്ച് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ ഹോൾസ് ബാക്കി വരുന്നതാണ്, അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ലൂസ് ആണെങ്കിൽ ഇത്തിരി പശ അതിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ട്, കറക്റ്റ് സൂപ്പറായിട്ട് പാട്ട് കേൾക്കുന്നുണ്ട്, വോളിയം കൂടുന്നുണ്ട്, എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ ഓപ്ഷൻസ് എല്ലാം. നമ്മൾ ഈ ചെയ്ത കണക്ഷൻസിൻ്റെ മുകളിലെല്ലാം ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ട് കുത്തി ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ നമ്മളത് തിരിച്ച് കറക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.